നമുക്ക് 2 ദിവസമല്ലേ വിഷുവിനുള്ളൂ. സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ മോനെ? വാങ്ങാമേ. മറക്കാണ്ട മേടിച്ചോളൂ മോനെ. വാങ്ങിച്ചോണ്ടരാ നിനക്കും വാങ്ങിച്ചോണ്ടരാ. അച്ഛാ വരുമ്പോ കമ്പിത്തിരി വാങ്ങിട്ട് വരൂ. പടക്കവും വാങ്ങിച്ചോണ്ടരാ, കമ്പിത്തിരി വാങ്ങിച്ചോണ്ടരാ. ശരി അച്ഛാ. ഈ കൊച്ചിനെ കൊണ്ട് തോറ്റു. പറമ്പിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങളും വലിച്ചു വാരി കൊണ്ടിടും. മോളെ കറി എന്തേലും വെക്കണ്ടേ? വെക്കാമ്മേ. ഇതെന്തത്ര നേരത്തെ? പണി ഉച്ചവരെ ഉണ്ടായുള്ളൂ, കാര്യമായിട്ടൊന്നും ഉണ്ടായൂല. പൈസയൊന്നും കിട്ടിയില്ല. എന്തായാലും നാളെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. എന്താ മോനെ നേരത്തെ? സാധനങ്ങളൊക്കെ മേടിച്ചാ? അമ്മേ, പണി ഉച്ചവരെ ഉണ്ടായുള്ളൂ, പൈസയൊന്നും ശരിയായിട്ടില്ല. നാളെ രാവിലെ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ചേട്ടാ, മതിയോ? മതി. കണ്ണനോടെ പോയിരിക്കണേ. അമ്മേ, കണ്ണനോടെ പോയി? അറിയില്ല. ഇന്നും കുടിച്ചിട്ടാണോ വന്നേ? ഏയ്, ഞാൻ കുടിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് പണി കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ നേരത്തെ വന്നില്ലേ. നിനക്ക് എന്നെ വിശ്വാസല്ലേ? നാളെ എല്ലാ സാധനങ്ങളും മേടിക്കണ്ടേ? തീർച്ചയായിട്ടും ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നമുക്ക് വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിക്കാം. നാളെങ്കിലും കുടിച്ചിട്ട് വരാണ്ടിരിക്കും ദൈവത്തെ ഓർത്ത്. നാളെ ഒരു നല്ല ദിവസം. എന്റെ രമ്യേ, നീ എന്താ ഇങ്ങനെ പറയണേ? എന്നെ വിശ്വാസമൊന്നും ഇല്ലേ? നമുക്ക് അമ്മയും എല്ലാരും കൂടി നാളെ പടക്കം പൊട്ടിച്ച് ഭംഗിയായി ആഘോഷിക്കാം. നിനക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ലേ? നമ്മളങ്ങനെ കഴിഞ്ഞതല്ലേ, പിന്നെ എന്തെങ്ങനെ? നീ അത് നോക്കണ്ട, നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ. നമുക്ക് കിടന്നുറങ്ങാം. മനോജ, ഇന്ന് പണിക്കൊന്നും പോണില്ലേ? ചായ. ഇന്നലത്തെ പോലെ ആവല്ല മോനെ. ചേട്ടൻ അമ്മ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊണ്ടുവരണം കേട്ടോ. അമ്മേ, ഇന്നലെ പൈസ കിട്ടാണ്ടല്ലേ. ഇന്ന് എന്തായാലും കിട്ടും. ഞാൻ എന്തായാലും വാങ്ങിച്ചോണ്ട് വരാം. എന്തായാലും മറക്കില്ല, ഉറപ്പായിട്ടും. അമ്മ, ചേട്ടനോടൊന്ന് കുടി നിർത്താൻ പറഞ്ഞൂടെ? മോളെ, അച്ഛനായിട്ട് കുടിച്ചു കണ്ടിട്ടില്ല, മകനായിട്ട് തുടങ്ങി വെച്ചതാ. ഓ, കറണ്ടില്ലല്ലോ. എടാ, ഞാൻ ഇത്തിരി നേരത്തെ പോവാണെന്ന്. വിഷു അല്ലേ, ഇത്തിരി സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ നീ കടയൊക്കെ അടച്ചു പോയിക്കോ ട്ടാ. മനോജേ, നീ വീട്ടിലേക്ക് വേഗം എത്തിക്കോളോട്ടാ, അല്ലെങ്കിൽ വീടെത്തുമ്പോഴേക്കും വിഷു കഴിയും. മനോജെ, എന്തുട്ടാ പരിപാടി? വിഷുവല്ലേ, അമ്മയും ഭാര്യ അവിടെ കാത്തിരിക്കണു. വേഗം പോണം, പച്ചക്കറി വാങ്ങിച്ചു പോണം. എന്താ 2 അടിച്ചാലാ? വേണ്ട. എന്തേ, വാ പോയി അടിക്കാന്നേ. വേണ്ട വേണ്ട, സാധനം റൂമില് നേരത്തെ പോയി അടിച്ചിട്ട് വരാം. വാന്നേ, ഞാനില്ലേ. വാ. വീട്ടിൽ പോയി
വട്ടത്തിൽ വെച്ചാലും തലയിൽ വെച്ചാലും കാണാം. ആ, സലാം. നമസ്കാരം. ആ, വീടെത്താറായി. അയ്യോ, സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഇപ്പൊ എന്തെന്ന് പറയാ വീട്ടിലെത്തുമ്പോ? ഇന്നിപ്പോ വീട്ടിൽ കയറാൻ പറ്റാവോ? എന്തായാലും കയറാനാ. അല്ലപ്പോ വിഷു ഇന്നാണോ അല്ലെങ്കിൽ നാളെയാണോ? സൂപ്പർ സൂപ്പർ. ഓ, ചെക്കൻ മനുഷ്യനെ കൊണ്ടുവന്നല്ല. അമ്മ, ചേട്ടൻ വന്നു. എവിടെ? മോനെ ഞാൻ ചേട്ടനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എത്തി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ. ചേട്ടൻ വാ. എന്താ പിണ്ടായേ? വാ അമ്മേ. വായോ. ചെരുപ്പ് ഒന്നും മനസ്സിലാവില്ല. നമ്മള് ആക്കണ കഴിച്ചോട്ടാ. അധികം നേരം ഇരിക്കാനും വയ്യ. എങ്ങനെയുണ്ട് ഊണ്? കൊള്ളാമോ? കണ്ണു തുറക്കല്ലേ? ആ, ഇനി കണ്ണു തുറന്നു. കൽപ്പിക്കുകയാണ് കൃഷ്ണ. നന്ദി കൃഷ്ണ. ഭഗവാനെ കൃഷ്ണ, എന്നോട് ഇത്രയും കരുണയുണ്ടായല്ലോ. ഭഗവാനെ, എന്നോട് പൊറുക്കണേ. കണ്ണ, മറക്കില്ലേ കണ്ണ.